ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കുഞ്ഞിനെ താലോലിച്ച് ഒരുപാട് സ്നേഹത്തോടെ കുഞ്ഞിനെയും എടുത്ത് നടക്കുന്ന ദുർഗയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പേരക്കുട്ടി കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ പേരക്കുട്ടിയുടെ കഴുത്തിൽ ദുർഗ കൊടുത്ത മാല കണ്ടപ്പോൾ ദുർഗയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ കൊടുത്ത മാലയല്ലേ? എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് പേരക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. ഇതേ സമയത്ത് നമ്മുടെ കരുണയാണെങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഉണ്ണിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും മഹി ചോദിക്കുന്നുണ്ട്, എന്താടി ഞങ്ങൾ വന്നത് കൊണ്ടാണോ നീ ഇപ്പോൾ ഈ വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നത്? വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നതൊന്നുമല്ല, എനിക്കിപ്പോൾ ഉണ്ണിയേട്ടനെ നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അങ്ങേരാണെങ്കിൽ അവിടെ വയ്യാതിരിക്കുക, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് നിൽക്കുക? അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല, എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തോമസ് സാറ് പറഞ്ഞിരുന്നു കുറച്ച് ദിവസം അവിടെ തങ്ങാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ, അതുകൊണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് കരുണയാണെങ്കിലും. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഇവളൊക്കെ പോകുന്നത് തന്നെയാണ് നല്ലത്, എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്നൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇവളൊന്നും ഒരിക്കലും നന്നാവാൻ വേണ്ടി പോകുന്നില്ല. ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിനേക്കാളും സ്നേഹം എനിക്കിതാ എൻ്റെ ഈ പേരക്കുട്ടിയോടാണ് തോന്നുന്നത്. ഒരുപാട് കാലം ഇവൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നിന്നെ ഞാൻ വെറുത്തത് മഹി. അതൊക്കെ ഇപ്പോൾ സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഇവളോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്നുണ്ട്. എന്തായാലും ഇവൾ ഇവിടെ ഇല്ലാത്തത് തന്നെയാണ് ഈ കുഞ്ഞിന് നല്ലതെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓണം കഴിഞ്ഞാൽ മാറാൻ വേണ്ടി നിൽക്കുകയാണ്. കമലേശ്വരം വീട് വിട്ട് നിങ്ങളോട് രണ്ടുപേരോടും പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തീരുമാനം ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ണിയുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മാത്രമേ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ. അല്ലാതെ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കാൻ ഇനി എന്തായാലും എനിക്ക് കഴിയില്ല. ഒരുപാട് നിങ്ങളെ വിശ്വസിച്ചു, ഇനി വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കുഞ്ഞ് വലുതാവും വരെ ഞാൻ മരിക്കുവോളം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. നീയൊക്കെ ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, മതി കണ്ണേട്ടാ, ഇനിയൊന്നും പറയണ്ട. അവളിപ്പോൾ ഒരമ്മയല്ലേ. എന്തായാലും അവളെ കൂടുതൽ വിഷമിച്ചാൽ ആ കുഞ്ഞിനും കൂടിയാണ് ആ ദോഷം. ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞ് എന്ത് പഴച്ചു ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും സിമ്പതിയൊന്നും വേണ്ട. അപ്പോഴേക്കും കരുണയോട് മഹി ചോദിക്കുന്നുണ്ട്, നീ സ്കാനിങ്ങിനും ഒക്കെ പോവാറുണ്ടോ? ആശുപത്രിയിലൊക്കെ എങ്ങനെയാണ് പോവാറ്? ഒന്നും തന്നെ മുടക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം നമ്മുടെ കരുണയാണെങ്കിൽ പെട്ടെന്ന് ചാടിക്കടിക്കാൻ വരുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞ കാര്യം ഓർമ്മിക്കുന്നുണ്ട്. എന്തായാലും മഹിയുടെ സിമ്പതി പിടിച്ചു പറ്റിയ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കുമെന്നുള്ള കാര്യം മുത്തശ്ശി പറഞ്ഞത് കരുണ ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഹിയോട് സിമ്പതിയായിട്ട് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മുത്തശ്ശി കൃത്യമായി ചെയ്യുന്നുണ്ട് മഹി. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് സുഖമായിട്ട് തന്നെ എൻ്റെ കുഞ്ഞ് ഇരിക്കുന്നുണ്ട്. എന്തായാലും കണ്ണേട്ടൻ ഇവിടുന്ന് ഇറങ്ങണോ എന്നാണല്ലോ പറഞ്ഞത്, അത് ആർത്ത് മാത്രം കുറച്ച് വിഷമമുണ്ട്, അല്ലാതെ മറ്റൊരു വിഷമം എനിക്കില്ലെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് കണ്ണനോട് മഹി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും കണ്ണേട്ട, ഈ സമയത്ത് അവളോട് അങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ, അവൾ വലിയ നല്ലവളാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അവൾ കാരണം ആ കുഞ്ഞൊരിക്കലും വേദനിക്കപ്പെടരുതെന്ന് ഒരാഗ്രഹിക്കുന്ന ഒരമ്മയാണ് ഞാൻ. അവൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനുജത്തിയാണ്, എൻ്റെ അനുജത്തിയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് തന്നെയാണെന്നൊക്കെ മഹിയാണെ കണ്ണനോട് പറയുന്നുണ്ട്. എനിക്ക് അവളോട് വെറുപ്പുണ്ടായിട്ട് പറഞ്ഞൊന്നുമല്ല മഹി, അവളുടെ സ്വഭാവം തനിക്കും അറിയാവുന്നതല്ലേ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞിനെ അവൾ എന്തെങ്കിലും ചെയ്താൽ ഇനി എന്തെങ്കിലും ശിക്ഷ വിധിക്കില്ല എന്ന് വിചാരിച്ച് അവളത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി അവളോട് പറഞ്ഞതെന്നുള്ള കാര്യം കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇതേ സമയത്ത് പ്രതാപനും ഉണ്ണിയൊക്കെ ആണെങ്കിൽ കരുണയുടെ വരവും കാത്ത് നിൽക്കുന്നുണ്ട്. എന്താ എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒടുവിൽ കരുണയാണെങ്കിൽ തോമസ് സാറിൻ്റെ വൈദ്യശാലയിൽ എത്തുകയും കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒരച്ഛനാന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ പോലും സാധിപ്പിക്കാൻ അച്ഛന് കഴിയുന്നില്ലല്ലോ, ഇനി എനിക്ക് എന്തായാലും വയ്യ എന്നൊക്കെ പറഞ്ഞ് കരുണ അവിടെ നിന്ന് ബഹളം വയ്ക്കുന്ന സമയത്ത് തോമസ് സാറ് അതുവഴി പോകുന്നുണ്ടായിരുന്നു. എന്താടാ ഇവിടെ ഇതിന് മാത്രം ബഹളം? ഞാനിത് നല്ല സ്ഥാപനമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാനൊന്നും പറ്റില്ല. അതിപ്പോൾ മകളായാലും ശരി അച്ഛനായാലും ശരി. എന്താ ഇതിന് മാത്രം നിങ്ങൾക്ക് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ പ്രശ്നങ്ങളും തല്ലുപിടുത്തം മാത്രമേ ഉള്ളൂ? എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പ്ലാൻ ഇടാൻ വേണ്ടിയിട്ടാണോ ഈ റിഹേഴ്സൽ നടത്തുന്നതെന്നൊക്കെ തോമസ് സാറ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്.
ഞാൻ നിങ്ങളെ പരിപാലിക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള ഇത് വെച്ച് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അത് നിങ്ങൾ മുതലെടുക്കരുത്. ഇത് നല്ല സ്ഥാപനമാണെന്നും ഇവിടെ ഇങ്ങനൊന്നും പാടില്ലെന്നും തോമസ് സാറ് പറഞ്ഞിട്ട് തോമസ് സാറിന് നല്ലപോലെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് നമ്മുടെ പ്രതാപനോടായിട്ടാണെങ്കിൽ. അങ്ങനെ തോമസ് സാറ് പറയുന്നുണ്ട്, എന്തായാലും അമ്മായിയച്ഛനും കൊള്ളാം, മരുമോനും കൊള്ളാം. ദാ ഇപ്പോൾ ഈ മോളും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയോ, അല്ലെങ്കിൽ ഇവൾ പണ്ട് മുതലേ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് തോമസ് സാറ് പറയുന്നുണ്ട്, നല്ല മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്കിതാ ഈ അസുഖം കഴിയുന്നവരെ ഞാൻ നിങ്ങളെ ചികിത്സിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും, അതിൽ ഒരു സംശയവും ഇല്ല, ഒരു പരിഗണനയും തരികയില്ല എന്നൊക്കെ തോമസ് സാറ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയാണെ പറയുന്നുണ്ട്, ഓ ഇവിടെ ആണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നം, ഇയാളാണെങ്കിൽ അതിനേക്കാളും പ്രശ്നം കൂടുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് ഇവിടെ കിടക്കാനൊന്നും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ എന്ന് കിട്ടിയോ അന്ന് എൻ്റെ മോളുടെ ജീവിതം നശിച്ചിരിക്കുകയാണ്, അവൾ സന്തോഷിച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല, എന്നും പ്രശ്നങ്ങളാണ് നിന്നെ കെട്ടിയ സമയത്ത്. പണ്ടൊക്കെ ആണെങ്കിലും മഹാലക്ഷ്മി അവളുടെ കാല് പിടിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ മഹിയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയായിട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ദൈവത്തെയാണാവോ ഞാൻ ഈ വിളിക്കേണ്ടതെന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ ഉണ്ണിയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും സ്വപ്നം കാണണ്ടെന്ന് നിങ്ങളുടെ മകളോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്, ഇതൊക്കെ നടക്കുമെന്നും എൻ്റെ തെറ്റായ ചിന്താഗതിയാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വാമദേവൻ മേഘനാഥനെയും കൊണ്ട് നടന്നു വരുന്ന സമയത്ത് നമ്മുടെ തോമസ് സാറ് അവിടെയും എത്തുന്നുണ്ട്. അവിടെയും എത്തിയിട്ട് ഇതേ ഡയലോഗ് തന്നെയാണ് തോമസ് സാറ് പറയുന്നത്. എന്തായാലും ആരെയും ഉപദ്രവിക്കാതെ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നല്ലപോലെ ജീവിച്ചൂടെ, നിൻ്റെ അച്ഛൻ്റെ പാത നീ പിന്തുടർന്നാൽ നിനക്കൊരു ജീവിതം തന്നെ ഉണ്ടാവില്ല. ഇപ്പം തന്നെ രണ്ടുപേരുടെയും ജോലി പോയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. തെറ്റ് മനസ്സിലായ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ അവസരം നിങ്ങൾ പിടിച്ച് കയറിയിട്ട് നല്ല ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രതാപനും നമ്മുടെ മേഘനാഥനും വാമനൊന്നും ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. അപ്പോഴേക്കും മേഘനാഥനോട് നമ്മുടെ വാമൻ പറയുന്നുണ്ട്, അയാളെ ഒന്നും ചെയ്യണ്ട, അയാളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്. ഇനിയും എന്തെങ്കിലുമൊക്കെ അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ അയാളെ ഇവിടെ കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് പിന്നെയേ എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് അയാളെ വെറുതെ വിട്ടേക്കെന്നൊക്കെ പ്രതാപനും വാമനൊക്കെ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലേയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ജുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരം വീട്ടിലോട്ട് പോയിരിക്കുകയാണ് കണ്ണനും മഹിയും. ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കൂ, അതാവും കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ ലേയ്ക്കാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്. സാഗറാണ് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, അങ്ങോട്ടേക്ക് പോകാനാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ പൊയ്ക്കോളൂ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിനക്കെന്താണോ ഇഷ്ടം അത് തന്നെ നീ ചെയ്തോളൂ, പക്ഷേ നമ്മുടെ കുഞ്ഞിനെയും നിന്നെയൊക്കെ നീ സൂക്ഷിക്കണം, അതെന്തായാലും ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിയെയും കണ്ണനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കമലേശ്വരം വീട്ടിലോട്ട് നമ്മുടെ മഞ്ജു പോകുന്നുണ്ട്. ഇനി എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ.